ബാക്ക് ടു ന്യൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാൻ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് സാധാരണ ചിക്കൻ കറിയല്ല, മസാലപ്പൊടികൾ ഒന്നും തന്നെ ചേർക്കാതെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കിയെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. എപ്പോഴും ഒരേപോലെ തന്നെ ചിക്കൻ കറി വെക്കുന്ന നേരത്തിന് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റിൽ നമുക്ക് ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്നുകൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ മെസ്സേജ് വരുള്ളൂ. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ ഒന്ന് അടുപ്പിൽ വെച്ചൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് 4 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഇതിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാകത്തിന് നമ്മുടെ സവാളയൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പച്ചമുളക് അരച്ചത്, ഞാനിവിടെ ഒരു 20 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ മസാലപ്പൊടികളോ ഒന്നും ചേർക്കുന്നില്ല, മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ എരിവിന് നമ്മൾ ഈ പച്ചമുളകിൻ്റെ എരിവിലാണ് ഈ ചിക്കൻ കറി വെക്കുന്നത്. അപ്പോൾ ഒരു 20 പച്ചമുളക് വരെ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും കൂടെ ഉപ്പ് ആദ്യമേ തന്നെ ചേർക്കുകയാണെങ്കിൽ സവാള നന്നായിട്ട് തന്നെ വഴറ്റി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയാണ്. അപ്പോൾ ഇത് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, എത്രത്തോളം കുറച്ചധികം എടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആ ഒരു മല്ലിയിലയുടെയും പുതിനയുടെയിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ചിക്കൻ കറിക്ക്. അപ്പോൾ ഇതിലേക്ക് കുറച്ചൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ടോട്ടൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഈ ഒരു പാകത്തിന് ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്നുകൂടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ ആദ്യമേ 1/4 കപ്പ് വെള്ളം, പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം, അങ്ങനെ ടോട്ടൽ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വെള്ളവും കൂടെ ചേർത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ഇത്രയും ഉള്ളൂ, വേറെ മസാലകളുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഈ ചിക്കൻ കറി വെക്കാനായിട്ട് വേറെ ഗരം മസാലയോ അല്ലെങ്കിൽ ഹോൾ സ്പൈസസോ ഒന്നും തന്നെ നമ്മളിതിൽ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് 1 കിലോ ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത്, നമ്മൾ ചില്ലി ചിക്കനൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു പാകത്തിന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ മിക്കവർക്കും സംശയം ഉണ്ടാവും ഗരം മസാലയും ഹോൾ സ്പൈസസും ഒന്നും ചേർക്കാതെ ചിക്കൻ കറി ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയും പിന്നെ ഒരു നാരങ്ങയുടെ പകുതിയും കൂടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ നാരങ്ങയുടെ കുരു കളഞ്ഞിട്ട് ആ നീരൊന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാര്യം നമ്മൾ തക്കാളിയോ തൈരോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ചിക്കൻ കറിക്ക് ആ ഒരു പുളിപ്പിന് വേണ്ടി 1.5 നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അതും കൂടെ ചേർത്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ ഉപ്പ് ഒരു കുറവ് പോലെ തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഒരേപോലെ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനേക്കാളും ഇങ്ങനെ വ്യത്യസ്തമായ ടേസ്റ്റിൽ ഒന്ന് ചിക്കൻ കറി ഉണ്ടാക്കി നോക്കാം. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാര്യം നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഈ ചിക്കൻ കറിക്ക്. പിന്നെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിന് ചിക്കൻ വെന്ത് കിട്ടുന്ന സമയം വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ പുറത്തേക്ക് വരും. ഇപ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എണ്ണ കുറച്ചുകൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ഒഴിച്ചത് ഇച്ചിരി കൂടി പോയിട്ടുണ്ട്. നിങ്ങൾ ഒഴിക്കുമ്പോൾ അത് നോക്കിയിട്ട് എണ്ണ ഒഴിച്ചാൽ മതി. കറക്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയുടെ ആവശ്യമുള്ളൂ. ഞാൻ കുറവാണെന്ന് വിചാരിച്ച് കുറച്ചുകൂടെ എണ്ണ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിൽ. അപ്പോൾ അത്രയും എണ്ണയുടെ ആവശ്യമില്ല, കറക്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ തന്നെ മതിയാവുന്നതാണ്. ഇനി ഇത് കുറച്ചുകൂടെ ഒന്ന് വെള്ളം വറ്റിച്ച് എടുക്കാനുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് നേരം കൂടെ മൂടി വെച്ച് ഈ ഒരു പാകത്തിന്
ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഒരിക്കലെങ്കിലും നിങ്ങളിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.